ഹായ്, നിങ്ങളൊക്കെ ഇത് എവിടാ? എത്ര നാളായി കണ്ടിട്ട്? നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല. ചുമ്മാ പറഞ്ഞാണ്. ഞാൻ ഏകദേശം 1 വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ എന്താ പറയുക, 2024 ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എല്ലാം പറയാം, സമയമാകട്ടെ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ 1 വർഷത്തിനടുത്ത വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ടച്ച് കിട്ടിയിരിക്കുക. എന്താ, എനിക്ക് സത്യം പറയാം, ക്യാമറ നോക്കി സംസാരിക്കാൻ തന്നെ ഇപ്പോൾ എന്തോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം മറന്നു പോയ പോലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും കൂടാണ് ഞാൻ ഈ ഒരു ട്രയൽ പോലെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയാനുണ്ട്. പിന്നെ മെയിൻ വീഡിയോ ഉണ്ട്, അത് ഇപ്പോഴല്ല വരുന്നത്, അത് പിന്നീട് വരും. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായാലും കുറേ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ചെട്ടുളങ്ങര അമ്പലത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ടത് മുടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളെന്തായാലും പോയിരിക്കും. സമയം ഇപ്പോൾ 7 മണി ആകാറായിട്ടുണ്ട്. ഞാനപ്പോൾ പോയി റെഡി ആകണം. ഞാൻ പല്ലൊന്നും തേച്ചിട്ടൊന്നുമില്ല. പല്ല് തേച്ച് കുളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എടാ അച്ചിക്കോ, അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. എൻ്റെ കൂടെ കണ്ണാപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ കണ്ണാപ്പൂവിൻ്റെ വീട്ടിലോട്ട് പോയി വിളിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. കണ്ണാപ്പൂ താണ്ട വന്നിരിക്കുന്നു. കണ്ണാപ്പൂവിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. എന്ത് പറ്റിയായിരുന്നടാ? വീണ്. കഴിഞ്ഞ ദിവസം അവനെ ഇവിടെ കളിക്കാൻ പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച്, അതായത് പൊട്ടലും ഒന്നുമില്ല, ഒരു 10 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, 10 ദിവസത്തേക്ക് കളിക്കാനൊന്നും പോകലെന്ന് പറഞ്ഞ്. നേരത്തെ ഇവന് നടക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്. മുറിവെണ്ണയൊക്കെ വെച്ചിട്ട് ഇരുമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, വാ. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വണ്ടി ഓഫായി പോയി. ഈ വഴി നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കലിങ്ങാണ്, അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. കുറച്ച് എന്താ പറയുക, ഇപ്പം ഒരുപാട് പോച്ച കിളിച്ചിരിക്കും കേട്ടോ. കുറേ ഇരിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട്. കണ്ണപ്പോൾ നോക്കിയിരിക്കും കേട്ടോ. ഈ വഴി വരണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്തോ കുറേ നാളെ ഇതിലേക്ക് വന്നിട്ട് അപ്പോൾ ഒന്ന് തോന്നി ചുമ്മാ ഇതിൽ പോകാമെന്ന്. അങ്ങനെ വന്നതാണ് കേട്ടോ. സൂപ്പറാ. അങ്ങനെ നമ്മളിത് നോക്കി ചെട്ടുളങ്ങര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കെട്ടുകാഴ്ചയൊക്കെ വരുന്ന കാഴ്ച കണ്ടാണ്. കണ്ണാപ്പി, അതായത് ഞാൻ കണ്ണാപ്പിയുടെ അടുത്ത് പറയാം, നമുക്ക് നാളെ അമ്പലത്തിൽ പോകണം. ഓക്കെ, നാളെ രാവിലെ ഞാൻ വിളിക്കും, വരണം. എത്ര നാളെ നമ്മൾ പറയാൻ തുടങ്ങിയത്? 2-3 മാസം. 2-3 മാസം കൂടുതലല്ലേ? അന്നെന്നാ വന്നേ? 2-3 മാസമായില്ലേ? അബുദാബിയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ കണ്ണാപ്പിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ, ചെട്ടുളങ്ങര പോകണമെന്നൊക്കെ. പക്ഷേ അതായത് ഇവിടുന്ന് ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇതുവഴിയൊക്കെ പാസും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ അമ്പലത്തിലോട്ട് കയറിയില്ല. എന്തോ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമുക്കിനി അമ്പലത്തിലോട്ട് പോകാം. ഭയങ്കര സന്തോഷം. ഞാൻ പറയട്ടെ, ഞാൻ വലിയ ഭക്തനൊന്നുമല്ല, പക്ഷേ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടത്തില്ലേ? നമ്മൾ അത് പള്ളിയിലും എവിടെ പോയാലും നമുക്ക് ആ കിട്ടും. ആ ഒരു എന്താ പറയുക, ഒരു നിശബ്ദതയും ആ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ട അമ്പലത്തിൽ വന്നേ ഷൂ ഇട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പാണെങ്കിൽ പൊട്ടിപ്പോയി, അതുകൊണ്ട് വേറെ ചെരുപ്പൊന്നും ഇല്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, ഷൂ ആയിട്ട് ഇങ്ങ് പോന്നു. അപ്പോൾ ഷൂ നമുക്ക് വെളിയിൽ ഊരി ഇട്ടിട്ട് അങ്ങ് അകത്തോട്ട് കയറാം. നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന്, അല്ലേ? അപ്പോൾ വണ്ടിയുടെ അവിടെ തന്നെ നമുക്ക് ഷൂ ഊരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളങ്ങനെ അമ്പലക്കുളത്തിൽ വന്നു, കാലൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ മീനുകൾ നമുക്ക് ജീവനാണല്ലോ. അപ്പോൾ അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ തീർന്നു എൻ്റെ കയ്യിൽ. എല്ലാവരും വന്നിട്ട്
അയ്യോ അല്ലേ, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു. പക്ഷേ വലിയ മീനൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് വരത്തുള്ളായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഒരു ചേച്ചി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം ചോറ് കൊടുത്തല്ലേ, നമ്മൾ അമ്പലത്തിൽ കിടന്ന് ചോറ് കൊടുത്തു, പിന്നെ പായസം കൊടുത്തു. അപ്പോഴത്തേക്കിനും എല്ലാം എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോയിലാണ്, അതുകൊണ്ട് നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ മനസ്സിനൊക്കെ നല്ല സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു. കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നാ? അടിപൊളിയായിരുന്നില്ലേ? ഞങ്ങൾ അമ്പലത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അമ്പലത്തിലോട്ട് പോകും. നമ്മൾ ഇതുവരെ വന്നിട്ട് തൊഴുതില്ല, ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ മീനെ കണ്ടുകൊണ്ടൊക്കെ. പോയാലാണ് അഭി പോവാ. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് വന്നിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലോട്ട് വരണമെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എന്താ, എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോകാം. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അവ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ്, എന്താണ് വീഡിയോ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ എന്തായാലും പറയാം. എൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചെന്നറിയാം. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്നെ പണ്ട് തൊട്ടേ അറിയാം. ഞാൻ നിങ്ങളെ ഒരു ഫാമിലി പോലെ, അതായത് എൻ്റെ കൂടെ പിറപ്പുകളെ പോലെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവൻ എഡിറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോണില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, റിയൽമിയുടെ ഒരു ഫോണാണ് ഇത്. 7500 രൂപയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വേണ്ട പരിപാടികളൊന്നും നടക്കത്തില്ല. അതേ ഇങ്ങനെ നോക്കി, എൻ്റെ ഇത് ഒന്നാമത് ഇതിൻ്റെ എല്ലാം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗോപ്രോയിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിലൊന്ന് പ്ലേ ചെയ്യാൻ നോക്കിയിട്ട് നോക്കിയേ, അവസ്ഥ കണ്ടോ, സ്റ്റക്കാണ്. ഇങ്ങനെയാണ് പ്ലേ ആകുന്നത്, ഒന്നും നടക്കത്തില്ല. ഇത് ഇച്ചിരി വലിയ ഫയലൊക്കെ ആയതുകൊണ്ട് പ്ലേ പോലും ആവുന്നില്ല. കണ്ട, നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല ഈ ഒരു ഫോണിനകത്തോട്ട്. ഒരു ഫോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഡിസംബർ മാസത്തോളം അത് സെറ്റ് ആവുമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ അത് സെറ്റായിട്ടില്ല. അത് എന്തായാലും ജനുവരി മാസത്തിനുള്ളിൽ മാക്സിമം അത് സെറ്റാക്കി എടുക്കും ഞാൻ. പിന്നെ നമ്മുടെ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1% ആയി, ഏത് നിമിഷം ഓഫാകാം. ഞാനപ്പോൾ ഒന്ന് കുത്തിയിട്ടിട്ട് പെട്ടെന്ന് വരാം. ഞാനങ്ങോട്ട് പറഞ്ഞു തീരെ നമ്മുടെ ഗോപ്രോ ആണെന്നുണ്ടെങ്കിൽ ഓഫായി പോയി കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മോള് വശമാണ് ഈ കാണുന്നത്. അറിയാമല്ലോ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ഹട്ട് പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹെവൻ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പോഴത്തേക്കിനും ബാക്കിയും കൂടെ ചാർജ് ആയി. ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓണാക്കിയതാണ് കേട്ടോ. നമ്മുടെ ഗോപ്രോ ചാർജ് തീർന്നതുകൊണ്ട് കുറച്ച് നേരം ഞാനൊന്ന് പ്ലഗ് ചെയ്തേക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇരുന്നേറ്റ് നോക്കിയപ്പോൾ സമയമാണെങ്കിൽ 5 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന കാര്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അറിയേണ്ട, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. അതായത് ഞാനും സ്വാതിയും തമ്മിൽ എന്താണ് പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതെനിക്ക് അറിയില്ല. ഓക്കെ, ഈ ഫോണിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ പേഴ്സണലായിട്ടുണ്ടായ കുറേ പ്രശ്നങ്ങളും പിന്നെ എനിക്ക് ഇപ്പോൾ ഫോണില്ലാത്തതിൻ്റെ മെയിൻ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ ഇട്ട് തിരിച്ച് വരുന്നതായിരിക്കും. കുറേ യാത്രാ വീഡിയോകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും യാത്ര ഒന്നും ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. ഇപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ബാപ്പു ആണെങ്കിൽ ചെന്നൈയിലാണ്. അച്ഛനാണെങ്കിൽ ഹെൽത്ത് പരമായിട്ട് കുറേ ഇഷ്യൂകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛനെ വിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ കുറേ പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ ഇവിടെയൊക്കെ നിന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, കുറച്ച് ചെറിയ വീഡിയോകളൊക്കെ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം. എനിക്കൊരു മോശം സമയം ഉണ്ടായപ്പോൾ
എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ എന്താ പറയുക എന്നോട് ഒരു എന്താ ബ്ലഡ് റിലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ ബന്ധമൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നടുത്ത് എൻ്റെ കൂടെ ഉണ്ട്. സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ നിൻ്റെ കൂടെ ആരും കാണില്ലെന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റിനും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറയുന്നില്ല നമ്മുടെ യൂട്യൂബ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ചിലരോടൊന്നും നന്ദി പറഞ്ഞാൽ മാത്രം തീരത്തില്ല. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഞാനൊരു പ്രശ്നത്തിലായപ്പോഴത്തേക്കിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്തിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുക, നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടായിരിക്കും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.